ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഈവനിങ് റൊട്ടീനാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഈവനിങ് റൊട്ടീൻ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു. ആൻഡ് എനിക്ക് അത്രയ്ക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ, എക്സാം പീരിയോഡിക്കൽ തുടങ്ങാനായി, പീരിയോഡിക്കൽ സെക്കൻഡ് തുടങ്ങാനായി. ഈ ഡിസംബർ 5-ന് തുടങ്ങാനായെന്ന് പറയട്ടെ. ഡിസംബർ 5-ന് തുടങ്ങും. ഫസ്റ്റ് എക്സാമും സെക്കൻഡ് എക്സാമും ഒക്കെ 6 എക്സാംസാണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഉള്ളത്. അപ്പം അങ്ങനെയാണ്. പിന്നെന്താ, നമ്മൾക്ക് ഇനി മൈ ഗോഡ് യെസ് അപ്പം ഞാൻ ഫസ്റ്റ് എക്സാം ഫ്രൈഡേ തുടങ്ങും. സോഷ്യലാണ്. സെക്കൻഡ് ഇംഗ്ലീഷ്, തേർഡ് സയൻസ്, ഫോർത്ത് ഹിന്ദി, ഫിഫ്ത്ത് മലയാളം, ആൻഡ് ലാസ്റ്റ് എക്സാം. അങ്ങനെയായിട്ടാണ് വരിക. എല്ലാതും പഠിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് കുറച്ച് ചാപ്റ്റേഴ്സ് ഇങ്ങനെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാറുണ്ട്. അത് കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു. ബാക്കിയൊക്കെ നമ്മളെല്ലാവരും കുറച്ചുണ്ട് ആണ്. പിന്നെ സോഷ്യലൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വിചാരിച്ചാൽ നമുക്ക് ഇനി കുറച്ച് റിസൾട്ട് ഞങ്ങൾക്ക് വേറൊരു എക്സാം വരുന്നുണ്ട്. അപ്പം ആ ഒരു എക്സാമിൻ്റെ ട്രെയിനിങ് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാസ്സിനെ സെലക്ട് ചെയ്യും. ഞാൻ എന്തായാലും മുടി കിട്ടാം. ക്ലാസ്സിനെ സെലക്ട് ചെയ്യും. ആദ്യത്തെ 30 സ്റ്റുഡൻസിനെ ഇതാക്കും. ഞങ്ങളുടെ സ്കൂൾ വേറൊരു സ്കൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം. അപ്പോൾ അവർ തന്നെ CBSEൻ്റെ ആൾക്കാർ തന്നെ നമ്മളുടെ ഏത് ക്ലാസ്സാണ് എന്നൊക്കെ അവർ തന്നെ പറയും. അവർ തന്നെ സ്റ്റുഡൻസിനെ ചേർക്കുകയും ചെയ്യും. അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ നടക്കുകയാണ്. ഇന്ന് മൺഡേ ആണ്. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ലീവ് എടുത്തു. അപ്പം ആരും ഭക്ഷണം ഉണ്ടാക്കാനില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ഞാൻ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സിൻ്റെ പുതിയതാണ്. ഒരു സൺഫ്ലവറൊക്കെ ആയിട്ട് ഡ്രസ്സ്. എനിക്ക് ഇതുപോലെ കുറച്ച് ഇതായിട്ട് ഫ്രീ മീൻസ് ഓഫറായിട്ട് കിട്ടിയതാണ്. കുറച്ചായിട്ട് അങ്ങനെ. ആൻഡ് പിന്നെ നമുക്ക് എന്താ, ഇത് എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. ഞാൻ ആ വീഡിയോ കിട്ടുന്നു. അൺബോക്സിങ് വീഡിയോ ഇടാൻ മറന്നു. ഇത് എനിക്ക് ഹംദ തന്നതാണ്. അമ്മ എനിക്കൊരു ഡ്രോയിങ് സെറ്റ് കൊണ്ടുവന്നു. എനിക്കൊരു ഡ്രസ്സ്, പിന്നെ ദാരിന് എനിക്കൊരു കുറച്ച് കമ്മൽ, മാല, അങ്ങനത്തെ പൊട്ട്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എനിക്ക് അമ്മ പിന്നെ ബോക്സ്, സോഫ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആരും എനിക്ക് സിൽക്കി അങ്ങനെ ഫ്രണ്ട്സൊക്കെ അതാണുള്ളത്. അമ്മ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അമ്മയും അച്ഛനും എല്ലാവരും കൊച്ചു തന്നു. ഇനി നമുക്കെന്താ, ഞാനിപ്പോൾ വോയിസ് ഓഫ് കൊടുത്തിട്ടാണ് എല്ലാ പകുതി വീഡിയോസ് ഇടുന്നത്. ആൻഡ് നമുക്കിനി എന്താ, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇവിടെ TV കാണാണ്. ഞാൻ വീഡിയോ എടുക്കാൻ എടുത്തപ്പോൾ അമ്മ TV കാണാൻ വന്നിട്ട് TV കാണാം. ഒരു ഇരുചിരി പമ്പച്ചിരിയാണ് കാണുന്നത്. പിന്നെന്താ, ഇനി എനിക്ക് പാല് കുടിക്കണം, കുറച്ച് TV കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയത്തുണ്ട്. ഞാൻ വെറുതെ കിച്ചണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് കറണ്ട് വയ്ക്കുന്ന കിച്ചൺ അങ്ങോട്ട് പോയി ഇടുന്നു. അങ്ങനെയായിരുന്നു ഓക്കെ. പിന്നെന്താ, ഇനി എൻ്റെ ബർത്ത്ഡേയൊക്കെ കഴിഞ്ഞു. 9th ബർത്ത്ഡേ
എടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ ബാഗാണ് സൈഡിൽ. ഓക്കെ, നൈറ്റ് ബോഡി കഴിഞ്ഞു. അടുത്തത് 10th ബോഡിയാണ്. അപ്പം എന്താ അതും നവംബർ 27 പിന്നെ ഞാനൊരു Q&A ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ റീൽസ് സെറ്റ് ചെയ്യുന്നു, Q&A ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. യെസ്, ഞാൻ നോക്കിയിട്ടുമില്ല. ആരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ Q&A ഇടണമെന്നുണ്ട്. അപ്പം എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മിനിമം ഒരു 59-30 അത്ര വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആര് വേണമെങ്കിൽ ചോദിച്ചോളൂ. പക്ഷേ Q&A വീഡിയോ ഇടണം എന്ന് ഇതുണ്ട്. പക്ഷേ ആരും കമൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആയിട്ട് കുറച്ച് പേര് കമൻറ്റ് ഇത് ലേ തന്ന ഡ്രസ്സിൻ്റെ അവിടെ ഒരു കാണിട്ട് പോയൊരു സംഭവം ഉണ്ടാവും. ചില ഡ്രസ്സ് കുറച്ച് ലോങ് ആയിട്ട് കാണുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഡ്രസ്സ്. പിന്നെ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ കുറച്ച് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആരും അങ്ങനെ സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. യെസ്, ദാറ്റ്. അപ്പം എന്തായാലും എന്താ നമുക്ക് പണി, ഒരു പണിയുമില്ല അത്രയ്ക്ക്. നമ്മളിപ്പം ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. റീൽസ് ചിലപ്പം ഇടാൻ പറ്റിയില്ല. പക്ഷെ ഞാനിപ്പം ഡാൻസ് റീൽസ് ഇടുന്നേ ഇല്ല. അതൊരു വേറൊരു ഇതാണ്. ഞാൻ ഡാൻസ് ഇടുന്നില്ല ഇപ്പം. ആദ്യമൊക്കെ ഡാൻസൊന്നും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഡാൻസല്ല, ഓരോ ഇതായിട്ടാണ് ഇടുന്നത്. അപ്പം ഞാൻ റീൽസ് കുറച്ചൊന്ന് സൈഡാക്കിയിട്ട് റീൽസ് ഇടും. പക്ഷെ ഒന്ന് കുറച്ച് ലൈറ്റൊന്ന് സൈഡാക്കിയിട്ട് നമുക്ക് ഇത് വീഡിയോസിലോട്ടൊന്ന് നോക്കാം. പിന്നെ ഞാൻ TV ഒക്കെ കണ്ടു കഴിഞ്ഞു. TV കാണാൻ പോയായിരുന്നു. അതൊന്ന് പറയാൻ നോർമലായി TV കണ്ടായിരുന്നു. അമ്മ പാൽ കുടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പാൽ കുടിച്ചു. TV കാണുന്നതിലേക്ക് ഒരു 5 മണി ഒക്കെ ആയിരുന്നു. എന്താ വിചാരിച്ച അപ്പം 4 മണി 4:30 ആയിരുന്നു. ഇപ്പോൾ ഒരു 5 മണി 5:30 ഒക്കെ ആയിരുന്നു. അപ്പം എന്തായാലും ഞാൻ പാൽ കുടിക്കണം. യെസ്, ഞാൻ ബോൺവിറ്റയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ TV കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ക്ലോക്ക് നോക്കിയപ്പോൾ 5 മണിയായി. ഞാൻ എന്ന് ശരി വീഡിയോ എടുത്തിരുന്നു എന്ന് അപ്പോൾ 5 മണിക്ക് അങ്ങനെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തു. മീശയൊക്കെ വന്നിട്ട് യെസ്. അപ്പം ഞാനിപ്പം വോയിസ് ഓവർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പാല് അവിടെ വെച്ചിട്ട് വരാം. ഓക്കെ, യെസ്. അപ്പം കിച്ചണിൽ അവിടെ ഞാൻ വെക്കുന്നത് അങ്ങനെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഞാൻ അങ്ങനെ അവിടെ വെച്ച് പോയി. അങ്ങനെയാണ്. യെസ്, അയ്യ. ഓക്കെ, അടുത്തത് എന്ന് വിചാരിച്ചാൽ ഓക്കെ. അപ്പം ഓക്കെ, ഞാൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് നേരെ വെച്ചിട്ടുള്ള പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് ഞാൻ സിംഗിൾ ഫോട്ടോ എടുത്തതാണ്. ഇത് ഫാമിലി ഫോട്ടോ ആണ്. അമ്മയും അച്ഛനെയാണ് ഉള്ളത്. പിന്നെ അമ്മയും അച്ഛനെയും കൂടി എടുത്തതുണ്ട്. ഞാൻ പറഞ്ഞത് സ്ട്രേറ്റ് ആയി വെക്കുന്ന സമയത്ത് അത് അപ്പം ഇങ്ങനെ ലാഗാവില്ല. പക്ഷെ അതിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ ഇതായിട്ട് ഷേക്കൊക്കെ ആവുന്നുണ്ട്. അതൊരു പ്രശ്നമുണ്ട്. അച്ഛൻ അവരുടെ സ്ഥലത്ത് വെച്ച് അങ്ങനെ അച്ഛൻ്റെ ഒന്ന് എടുത്തത് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലാണ് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഉള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് എല്ലാതും ഡബിളായിട്ടാണ് ഫാമിലി ഫോട്ടോ. അതിനൊപ്പം തന്നെ സിംഗിൾ ഫോട്ടോ. ഇതൊക്കെ അച്ഛൻ്റെ പിന്നെ ഫോട്ടോ എല്ലാം സിംഗിൾ ആയിട്ടാണ് അച്ഛൻ്റെ അമ്മ ഫോട്ടോ. ഓക്കെ, അപ്പം എന്താ നമുക്ക് ചെയ്യണം. തിരിച്ചവിടെ
കണ്ടുപിടിക്കാം. പിന്നെ എന്താ, ഞാനിന്ന് പഠിച്ചിരുന്നു. അതുകൊണ്ട് കുട്ടി കുറച്ച് പറഞ്ഞു എന്താ പഠിച്ചത് എന്ന് വിചാരിച്ചാൽ, ഇന്ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, സോഷ്യൽ സയൻസ്, അതാണ്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വെച്ച് ചോദിക്കുമ്പോൾ അപ്പം എനിക്ക് എന്താ പറയുന്നത്, പക്ഷേ എനിക്ക് പോകണമെന്നില്ല. അറിയുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും സ്കിപ്പിംഗ് ഡ്രോപ്പുണ്ട്, ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കിപ്പം അത്യാവശ്യമായിട്ട് ന്യൂസൊക്കെ കുറച്ചിട്ടുണ്ട്. ലൈക്സും അത്യാവശ്യം കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സാണ് കുറച്ച് ലാക്കാം. എന്തായാലും ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് ചെയ്യും. പിന്നെ വേണ്ട വിചാരിച്ചു, അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇട്ടുമ്പോഴേക്കും കുറഞ്ഞുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇവിടെ നിന്ന് ചെയ്ത് ഞാൻ ഷോർട്ട് പാൻറ്റും ഡ്രസ്സുമാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ 2 കൈയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടില്ല. അതാണ് ഞാൻ 2 കൈയും ചെയ്യുന്നത്. അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇവിടെ ഷോൾഡറിൻ്റെ അവിടേക്ക് വരെ ഇങ്ങനെ എത്തും. അപ്പം അതിങ്ങനെ നിലത്തിൽ മാറ്റും, കൈ മാറ്റും അല്ലേ. ഇതെനിക്ക് താരമാണ് പഠിപ്പിച്ചു തന്നത്. ഇത് ചെയ്തതാണ്. അതുകൊണ്ടാണ് ബാക്കൊക്കെ. യെസ്, അപ്പം ഞാൻ അതിങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് 2 കൈ, ഒരു കൈയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അടുത്ത ഇതാകും മുകളിലിട്ട് അങ്ങനെ ട്രൈ ചെയ്താണ്. ഞാൻ പിന്നെ ലൈറ്റൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ കിട്ടില്ല. കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴായി ആക്കിയിട്ട്, പക്ഷേ ആക്കിയപ്പോൾ അങ്ങനെ ഷോൾഡറിലാണ് കടന്നത്. ബോഡി ബലൂൺ ആയിരുന്നു. പിന്നെ എന്താ, ഈ ലോങ് വീഡിയോസ് കുറേ വരുന്നതായിരിക്കും. എന്തായാലും വരുന്നതായിരിക്കും. കിട്ടി, പക്ഷെ വീഴാൻ പോയി. ഞാൻ ഹോൾഡ് ചെയ്തു, പക്ഷെ പെട്ടെന്ന് പോയി. പെട്ടെന്ന് വിളിച്ച് അങ്ങനെ എനിക്ക് ഫാനിൽ തൊട്ട് അങ്ങനെ പിടിച്ചു ട്രൈ ചെയ്തു. അപ്പം ഇതാ കിട്ടിയെന്ന് സാധാരണ അത് ഞാൻ കുറച്ച് നേരം അത് ചെയ്യും, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പിന്നെ ടി വി അങ്ങനെ ഒക്കെയാണ്. ഒരിക്കലും നിലത്ത് പോയി അമ്മങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനി കഴുത്ത് വെച്ച് ആക്കാണ്. എനിക്ക് ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നു, ഇപ്പം എനിക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. കുറച്ച് കഴുത്തിന് ഇത് കുറച്ചാണുള്ളൂ. യെസ്, അപ്പം എന്താ അതെന്തോ മറ്റു ലൈറ്റ് നമ്മളിങ്ങനെ ഒരു പിക്ചർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവും, ഒരു ബൾബ് പോലത്തെ. അതിങ്ങനെ ഓണാക്കി നോക്കുമ്പോൾ അവിടെ ലൈറ്റ് വരുന്നുണ്ടാവില്ല രാത്രിയൊക്കെ ആകുമ്പോൾ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പൊടിയൊക്കെ ഈ ലൈറ്റൊക്കെ പൊട്ടിപ്പോയിരുന്നു. അയ്യോ, ഞാൻ പേടിച്ച് പോയി. അതാണ് ഞാൻ സ്വിച്ച് കൊണ്ടുപോകാൻ, പക്ഷേ ലൈറ്റ് വെക്കുന്നില്ല. എനിക്ക് കിട്ടുന്നില്ല. ഫ്യൂസായി എൻ്റെ മോതി അങ്ങനെ നോക്കി. യെസ്, പിന്നെന്താ, അതൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരുന്നു. എൻ്റെ ലോങ് വീഡിയോസ് ഇപ്പോഴും കുറേ ലോങ് ആയിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് അത് നിർത്താം. അത് നിർത്തിയിട്ട് നമുക്ക് വേറെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനിതാ
ഒരു സ്കൂട്ടറുണ്ട്, സ്കൂട്ടർ അത് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം അതെടുത്തിട്ട് നമുക്ക് അത് ചെയ്യാം. പേരെനിക്കറിയില്ല, അതാ കാണിച്ചു തരാം. പിന്നെന്താ കാണിച്ചു തരാം. ഫസ്റ്റ് പിടിച്ചിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഡാൻസ് പോയി. അതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നിലത്ത് വയ്ക്കാം. നിലത്ത് വെച്ചു. നിലത്ത് കാണിച്ചു തരാം. ഒരു സ്കൂട്ടർ എന്നൊക്കെ പറയാം. ഇത് എനിക്ക് ഞാൻ സ്കൂട്ടർ എന്നാണ് പറയാം. അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു. എനിക്ക് അറിയില്ല, സ്കൂട്ടർ എന്നാണ് പറയുന്നത് തോന്നുന്നു. സ്കൂട്ടർ തന്നെയാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പിന്നെ അത് കുറച്ച് നേരം ചെയ്യും. പിന്നെ അങ്ങനെ ടി വി കാണാം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കുറച്ച് നേരമായി ചെയ്യും. എന്തെങ്കിലും ചെയ്യും, കാണും, ടി വി കാണും. അപ്പം ഗായ്സ് ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം ടി വി കാണും, ടി വി കാണും. അങ്ങനെയാണ് ആണ് ഞാൻ. പിന്നെന്താ ഞാൻ പുറത്തൊന്ന് കാണിച്ചു തരേ. ആടെ പുറത്ത് മഴയൊക്കെ പെയ്തിട്ട് എല്ലാം അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നൊരു നല്ല ഇഷ്ടം. ഈ പൂവ് എന്താ പേരല്ല, പേരെനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഈ പൂവിൻ്റെ ചെടിയാണ്. ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ കാട് പിടിച്ചിരിക്കുകയാണ്. ആരും വെട്ടുന്നില്ല. പല പാമ്പുകളും ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു പാമ്പുണ്ട് എന്ന് വിചാരിച്ചാൽ സ്കൂട്ടർ വയ്ക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പെന്ന് പറഞ്ഞിട്ട് താഴത്തെ അങ്കിള് അതിനെ അടച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ദിവസം അവിടെ താഴത്ത് സ്റ്റെപ്പിൻ്റെ താഴത്ത് വന്നു. ഇതാണ് ആ ചെടി കേട്ടോ. അതിന് വെള്ളമെന്ന് വരുന്നത് കുറച്ച് വാടിപ്പോയി. അപ്പം അടുത്ത വീഡിയോയ്ക്ക് പിന്നെ വരുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഓക്കെ, അപ്പം വീഡിയോസ് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.